ഗൈസേ, ഞാൻ ഖത്തറിലുള്ള പ്രവാസികളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ 10-200 പേരെ ഇതിൻ്റെ മുന്നേ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിപ്പം 313ആയി. അപ്പോൾ ഇതുവരെ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്തവരോ കയ്യിലുള്ളവരോ അതൊന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും മന്ത്രാലയത്തിൻ്റെ എതിരെയുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു കളയുക. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർശനമായിട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ട. വേറൊരു കാര്യം, ഖത്തറിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഖത്തർ നല്ല സ്ട്രോങ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ ഗവൺമെൻറ്റിനെതിരെയായിട്ട് എന്ത് കാര്യങ്ങളും നീങ്ങുന്നുണ്ടെങ്കിൽ അവർ കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വേറൊരു കാര്യം, ഖത്തറിൽ നിങ്ങൾക്ക് ഇത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാട് വേറെ ഉണ്ടോയെന്ന് ഞാനറിയില്ല. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എന്ത് പറയുന്നത് അത് കേട്ടിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഗൈസേ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. വണ്ടീൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളെ വലിയ വലിയ വണ്ടി ഉണ്ടാവും, സൗണ്ട് ഉണ്ട്, സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടുന്ന സൗണ്ടും അങ്ങനത്തെ ഉള്ള വണ്ടി ഉള്ള ആൾക്കാരുണ്ടാവും. ഇവിടെ മലയാളീസ് ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് റിമൂവ് ആയിക്കളാം, അത് നോർമലായിക്കളാം. അത് നോർമലായിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഖത്തർ ഗവൺമെൻറ് പിടിക്കുന്നുണ്ട്. വീട്ടിൻ്റെ അടുത്തുനിന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സ്വഭാവം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഈ സമയത്ത് അതെല്ലാം നോർമലാക്കിയിട്ട് എടുക്കുക. ഖത്തറിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല നല്ല അപ്ഡേറ്റ് ആണ് ഇപ്പം വരുന്നത്. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം പറയുന്നത്. എനിക്ക് രണ്ട് കൊളാബ് മീൻസ് എൻ്റെ പേജിൽ രണ്ടാളെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജീറോക്ക് ബ്യൂട്ടി ആൻഡ് കിഡ്സ്, അത് കല്ലിക്കണ്ടിയാണ് സ്ഥലം. അപ്പോൾ അവർക്ക് പെരുന്നാൾ കളക്ഷനും കാര്യങ്ങളിലായിട്ട് നല്ല സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുട്ടികൾക്കോ ആർക്കെങ്കിലും ഫാമിലിയായിട്ട് പോയാലും നല്ല കളക്ഷൻ അവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ, മൈലാഞ്ചി ഹെന അതെല്ലാം ആവശ്യമുള്ളത് ഹോം മെയ്ഡായിട്ട് 10 വർഷത്തെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല മൂവിങ് ഉള്ള സാധനമാണ്. അപ്പോൾ ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യവും ഇല്ല. അത് വേണമെങ്കിലും അവരെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അവരെ വാട്സപ്പ് നമ്പറിൽ അവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടത്തേക്ക് വേണമെങ്കിലും അവർ ഡെലിവറി ചെയ്ത് തരും. അപ്പം ഗൈസേ, പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ കേട്ട് ജീവിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ ഗൈസ്.